ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി കുക്ക്. ഇന്ന് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ നിങ്ങൾ ഒട്ടും മടിക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷനും കൂടി ഒന്ന് കൊടുത്തിടുക. അപ്പോൾ ഞാൻ എപ്പോഴാണോ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കുറേ കേക്കുകൾ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോസ് തന്നെയാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ കാണാത്തവർ എല്ലാവരും തീർച്ചയായിട്ടും എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ പോയിട്ട് കാണുക. എന്നിട്ട് കമൻസൊക്കെ അറിയിക്കണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്തതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കേക്ക് ബോർഡിൽ അല്പം ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. വൈറ്റ് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വാനില കേക്കിന് നമുക്ക് കൂടുതലായിട്ടും വെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, എങ്കിലും വെറ്റ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മുകളിൽ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്യുക. അതിൻ്റെ മുകളിൽ നമ്മൾ വൈറ്റ് ചോക്ലേറ്റും കൂടി, ഗ്രേറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കേക്കിൻ്റെ സ്പഞ്ച് ഫ്ലോപ്പ് ആവാത്ത രീതിയിൽ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ പോയിട്ട് കാണുക. എല്ലാവരുടെയും നല്ല നല്ല കമൻസ് വളരെ നല്ല മോട്ടിവേഷൻ ആവുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ എനിക്ക് നല്ല കമൻസൊക്കെ തരുന്നുണ്ട്. അതിനെല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ നമ്മൾ ഷാർപ്പ് എഡ്ജ് ചെയ്യുന്ന ഒരു വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ നീട്ടി വലിച്ച് പറയുന്നില്ല. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊന്ന് പോയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. നമ്മുടെ കേക്ക് നല്ല പോലെ സെറ്റായതിന് ശേഷം ഫൈനൽ കോട്ട് ചെയ്യുക. നല്ല പോലെ സെറ്റാവുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ല പോലെ ഫൈനൽ കോട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നല്ല പെർഫെക്ഷനിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ക്രീമാണെങ്കിലും നമ്മൾ ആദ്യമേ നമ്മൾ ഫ്രീസറിലോട്ട് വെച്ചേക്കരുത്. നമ്മൾ ഫ്രീസറിൽ വെച്ചിരുന്നാൽ നമ്മൾ റൂം ടെമ്പറേച്ചറിലേക്ക് നമ്മളുടെ ക്രീം നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോഴേക്കും റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുമ്പോൾ അത് വളരെയധികം ലൂസായി പോകും. നമുക്ക് ഫ്ലവേഴ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ ജെൽ കളറ് ഗ്രീനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ജെൽ കളറും യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇതിലേക്ക്. അതുപോലെ തന്നെ നമ്മുടെ ലിക്വിഡ് കളറും കൂടെ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ് ഈ ഒരു ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ ഈ കേക്കിൻ്റെ മുഴുവൻ ഭാഗത്തും ഇങ്ങനെ ചെയ്തു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇത് മുഴുവനായിട്ടും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പൈപ്പിംഗ് നോസിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ചെയ്തിട്ടുള്ള വർക്കുമ്മേ അതൊരു ട്രീ പോലെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിന്മേ നമ്മൾ ഇങ്ങനെ ഡോട്ട്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പൈപ്പിംഗ് നോസിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഡോട്ട്സ് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് നോസിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പൈപ്പിംഗ് ബാഗിൻ്റെ
അറ്റത്ത് ചെറിയ ഒരു ഹോൾ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി ഞാൻ യു ഷേപ്പ് വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. പിങ്ക് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതേ കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് യു ഷേപ്പിൻ്റെ നോസിലുകൊണ്ട് ഫ്ലവേഴ്സ് ചെയ്യാൻ പറ്റും. വളരെ നല്ലൊരു നോസിലാണ്, എനിക്കിഷ്ടപ്പെട്ട ഒരു ഫ്ലവറാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കേക്കിൽ ഡയറക്റ്റായിട്ട് വേണമെങ്കിലും ഈ ഒരു നോസിൽ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഒരു ഫ്ലവർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഫ്ലവേഴ്സ് ഇനിയും വെച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഈ ഇട വരുന്ന ഭാഗങ്ങൾ നമുക്കിങ്ങനെ ഡയറക്റ്റായിട്ട് തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റും. ഈ ഒരു നോസിലുകൊണ്ട് വളരെ പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ഫ്ലവേഴ്സൊക്കെ നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ നേരത്തെ എടുത്ത അതേ നോസിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഡെക്കറേഷനും ചെയ്തെടുക്കുന്നത്. ഇത് പതുക്കെ നമ്മുടെ കേക്കിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുകളിലോട്ട് അല്പം വലിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഈ കുറ്റിച്ചെടികൾ നിൽക്കുന്ന ആ ഒരു ഫീലിലായിരിക്കും ഇത് കിട്ടുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു യു ഷേപ്പിൻ്റെ നോസിൽ വെച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ ഒരു ട്രീസിനൊക്കെ ഓരോ ഫ്ലവേഴ്സും കൂടെ കൊടുക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അത് വളരെ നല്ല ഒരു പെർഫെക്ഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഇതിൻ്റെ താഴെ ഒരു ബോർഡർ കൊടുക്കുകയാണ്. അതൊരു കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലൊരു വൃത്തിയായി തീരും. പിന്നെ നമ്മൾ വൈറ്റ് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ മുകളിൽ വരുമ്പോൾ വളരെ നല്ല ഒരു രീതിക്കായിരിക്കും. എന്നിട്ട് നമ്മൾ ഈ ഒരു നമ്മുടെ പൈപ്പിംഗ് നോസിൽ വെച്ചിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ ഒരു ഡോട്ട്സ് ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇങ്ങനെ ഒരു കട്ടർ വെച്ചിട്ട് നമ്മൾ അത് നെയിം വെക്കാനുള്ള ഒരു സ്പേസിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ്സ് ക്രഷ് ചെയ്ത് വെച്ചത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മുകൾ ഭാഗം മൊത്തത്തിൽ വൈറ്റ് ചോക്ലേറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ താഴ്ഭാഗത്ത് ബോർഡർ കൊടുത്ത ആ ഒരു അവിടെയും കൂടെ നമുക്ക് വൈറ്റ് ചോക്ലേറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു കേക്ക് അതുപോലെ തന്നെ നല്ലൊരു ലുക്ക് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമ്മൾ നെയിം വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നെയിം വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ജബിൻഷ എന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ ഫോണ്ടൻറ്റിലാണ് നെയിം ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു നോസിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ യു ഷേപ്പിൻ്റെ നോസിൽ വെച്ചിട്ട് തന്നെ കുറച്ച് ഫ്ലവേഴ്സും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാമറ ഓഫായിപ്പോയി, എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ ഈ ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഈ ചെറീസും എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കേക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും നല്ല വീഡിയോയുമായി വരുന്നത് വരേക്കും താങ്ക് യു.